നമസ്കാരം. വീണയൻ വാർത്താ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Spinner Pipes, manufacturers of HDPE and PVC pipes. Think irrigation, think Spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. തൃശൂരിൽ CPM ജില്ലാ കമ്മിറ്റിയുടെ 1 കോടി രൂപ ആദായ നികുതി വകുപ്പ് പിടിച്ചെടുത്ത സംഭവത്തിൽ തെറ്റ് സംഭവിച്ചത് ബാങ്ക് ഓഫ് ഇന്ത്യ തൃശൂർ ശാഖയ്ക്കാണെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ദേശീയ പാർട്ടിയായ CPM-ന് ആകെയുള്ളത് ഒരു പാൻ നമ്പർ മാത്രം. ഈ നമ്പറിൽ ഒരു നമ്പർ തെറ്റിച്ച് ബാങ്ക് പ്രിന്റ് ചെയ്തു. ബാങ്ക് ശാഖ നൽകിയ ക്ഷമാപണ കത്ത് ഗോവിന്ദൻ പുറത്തുവിട്ടു. പാർട്ടി 1 കോടി പിൻവലിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം. ഇനിയും തെറ്റായ വാർത്ത നൽകിയാൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഗോവിന്ദൻ. സംസ്ഥാനത്ത് നിയന്ത്രണം വിട്ട് മോട്ടോർ വാഹന വകുപ്പിന്റെ ഡ്രൈവിംഗ് ടെസ്റ്റ്. പ്രതിഷേധത്തിന്റെ നിലയില്ലാക്കയത്തിൽ അകപ്പെട്ട് വകുപ്പ്. വെള്ളിയാഴ്ചയും ടെസ്റ്റുകൾ സമ്പൂർണമായി മുടങ്ങി. ഒരു കേന്ദ്രത്തിലും അപേക്ഷകരെത്തിയില്ല. അത്താണി ടെസ്റ്റ് കേന്ദ്രത്തിൽ വേറിട്ട സമര പരമ്പരകൾ. ശവക്കുഴിയൊരുക്കി അതിൽ കിടന്ന് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ വേറിട്ട സമരമുഖം. തലതിരിഞ്ഞ നയങ്ങൾ പിൻവലിക്കുന്നതുവരെ സമരമെന്ന് പ്രഖ്യാപനം. സംസ്ഥാനത്ത് പാഠ്യപദ്ധതി പരിഷ്കരണത്തിൽ സർക്കാരിന് ഹിഡൻ അജണ്ടയെന്ന് കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി. ജൂണിൽ സ്കൂളുകൾ തുറക്കാനിരിക്കെ പുസ്തകങ്ങൾ ഗോഡൌണുകളിൽ കെട്ടിക്കിടക്കുന്നു. അധ്യാപക പരിശീലനങ്ങൾ നടക്കുന്നത് പുസ്തകങ്ങളില്ലാതെ. ഗാന്ധി നെഹ്റു ചരിത്രം വരെ നീക്കം ചെയ്തതായി സംസ്ഥാന പ്രസിഡന്റ് കെ അബ്ദുൽ മജീദും ജനറൽ സെക്രട്ടറി PK അരവിന്ദനും. SSLC എഴുത്തു പരീക്ഷയിൽ മാറ്റം കൊണ്ടുവരാനുള്ള നീക്കം നല്ല ലക്ഷ്യത്തോടെയാണെങ്കിൽ പിന്തുണ. സംഘടനയുടെ സംസ്ഥാന നേതൃത്വ പരിശീലന ക്യാമ്പ് 11, 12 തീയതികളിൽ ഷൊർണൂർ നീള ഓഡിറ്റോറിയത്തിൽ. വർണ്ണക്കാഴ്ചകളുടെ സുന്ദര നിമിഷങ്ങൾ ഉത്സവ പ്രേമികൾക്ക് സമ്മാനിച്ച് പാർലിക്കാട് നടരാജഗിരി ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠാദിന മഹോത്സവം. മതിവരാ കാഴ്ചകളുടെ വർണ്ണലോകമായി പാർലിക്കാട്. കാവടി കൂട്ടങ്ങൾ നിറഞ്ഞാടിയപ്പോൾ വാദ്യവിസ്മയ ലോകത്തിലമർന്ന് ജനത. ബാലസുബ്രഹ്മണ്യ സ്വാമിക്ക് ശനിയാഴ്ച പിറന്നാൾ. പാണ്ടിമേളത്തിന്റെ അകമ്പടിയിൽ കുറ്റിയങ്കാവ് ഭഗവതി ക്ഷേത്രത്തിലേക്ക് ആറാട്ടെഴുന്നള്ളിപ്പ് നടക്കും. കയ്പമംഗലം 3 പീടികയിൽ യുവാവിനെ ഒരു സംഘം വളഞ്ഞിട്ട് ക്രൂരമർദ്ദനത്തിനിരയാക്കി. 3 പീടിക ബീച്ച് റോഡിലായിരുന്നു മൃഗീയ ആക്രമണം. 6ഓളം പേർ ചേർന്നാണ് അതിക്രമം നടത്തിയത്. ഹെൽമറ്റുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഘർഷത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ്. കാട്ടൂരിൽ ഭാര്യയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച് ഭർത്താവ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. കാട്ടൂർ കാറളം ചെമ്മണ്ടയിലാണ് സംഭവം. കുറുമ്പാടൻ വീട്ടിൽ സാബുവാണ് ഭാര്യയെ ആക്രമിച്ചത്. കയ്യിലെ ഞരമ്പ് മുറിച്ചാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. വടക്കാഞ്ചേരി എങ്കക്കാട് യുവാവിനെ വീട്ടുപറമ്പിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. 48-കാരൻ സന്തോഷിന്റെ മൃതദേഹമാണ് തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. സംസ്ഥാനത്ത് 4 വർഷ ബിരുദ കോഴ്സുകൾ ഈ വർഷം മുതൽ ആരംഭിക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി R ബിന്ദു. ജൂലൈ 1-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. പ്രവേശനത്തിനുള്ള വിജ്ഞാപനം ഈ മാസം 29-ന് മുമ്പ് പ്രസിദ്ധീകരിക്കും. മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് 2.5 വർഷം കൊണ്ട് കോഴ്സ് പൂർത്തീകരിക്കാമെന്നും മന്ത്രി. സംസ്ഥാനത്ത് കൊടും ചൂടിന് അവധി. എത്തി വേനൽ മഴക്കാലം. മെയ് 14 വരെ എല്ലാ ജില്ലകളിലും മഴ.
ഞായറാഴ്ച 5 ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു. മുണ്ടത്തിക്കോട് മേഖലയിൽ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ തീരുമാനം. മുണ്ടത്തിക്കോട് കോട്ടപ്പറമ്പ് ഡിവിഷനുകളിൽ സംയുക്ത യോഗം നടന്നു. വേനൽ രൂക്ഷത സൃഷ്ടിച്ച അതിരൂക്ഷമായ ജലക്ഷാമത്തിന് പരിഹാരം കാണാൻ വാഴാനി ഡാം റിസർവോയർ കനാലിലേക്ക് തുറന്നു. വടക്കാഞ്ചേരി മംഗലയിൽ വയോധിക ഒറ്റയ്ക്ക് താമസിക്കുന്ന വീട് പൂർണ്ണമായും കത്തിയമർന്നു. കുളത്തൂർ പാർവതിയുടെ വീടാണ് അഗ്നിക്കിരയായത്. വീടിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന വിറക് അഗ്നിബാധ തീവ്രമാക്കി. വയോധിക അയൽ വീട്ടിലായതിനാൽ വൻ ദുരന്തം ഒഴിവായി. SSLC ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചപ്പോൾ അക്കാദമിക് രംഗത്ത് മിന്നും പ്രകടനവുമായി മുണ്ടത്തിക്കോട് NSS ഹയർ സെക്കൻഡറി സ്കൂൾ. SSLC പരീക്ഷയിൽ തുടർച്ചയായ 14 വർഷം 100% വിജയത്തിളക്കം. സ്കൂളിൽ അനുമോദന സദസ്സ് നടന്നു. തെക്കുംകര കരുമത്രയിലെ പരീക്ഷാ വിജയികൾക്ക് മഹാത്മാ സ്വയം സഹായ സംഘത്തിന്റെ അനുമോദനം. കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാല ആർട്ട് ഹൈസ്കൂളിൽ 8ാം ക്ലാസ് പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു.